2025 അതായത് ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ട് അല്ലെ? പക്ഷെ 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല. അപ്പൊ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്? അതായത് ഫോം ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഫില്ല് ചെയ്യുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആദ്യത്തെ ഭാഗം, അതായത് ഈ ഭാഗം എല്ലാവരും പൂരിപ്പിക്കണം. 2002 ഉള്ളവരും ഇല്ലാത്തവരുമായാലും ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, നിർബന്ധമായിട്ടും പൂരിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് താഴെ ഭാഗത്തെ വലതു ഭാഗത്തുള്ള കോളമാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്, ഇടതുവശത്തെ കോളം അല്ല. ഇതില് ആദ്യത്തെ ചോദ്യം വോട്ടറുടെ പേരെന്നാണ്. ഇവിടെ തെറ്റിക്കരുത്, സ്വന്തം പേര് എഴുതി വെക്കുന്നുണ്ട് പലരും. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് 2002 വോട്ടറുടെ പേരാണ്. 2002 നിങ്ങൾ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 2002 വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട നിങ്ങളുടെ ബന്ധുവിന്റെ പേര്, അതായത് നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള നിങ്ങളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരുടെ മാതാപിതാക്കൾ ഉണ്ടാവാം, അതിലൊരാളുടെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. നിങ്ങളുടെ രേഖകളിലെ അച്ഛന്റെ പേര്, അന്നത്തെ ലിസ്റ്റിലെ അച്ഛന്റെ പേര് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായാലും അവിടെ കൊടുക്കേണ്ടത് 2002 പട്ടികയിൽ എന്താണോ ഉള്ളത് അതാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ രേഖയില് നിങ്ങളുടെ പിതാവിന്റെ പേര് അബ്ദുസലാം എന്നാണെന്ന് കരുതുക. അപ്പോ 2002 വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് സലാം എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ 2002 കോളത്തിലുള്ള അതേ പേര് സലാം എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ.